welcome to Manera's box. ഇന്ന് നമുക്ക് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എളുപ്പത്തിൽ തന്നെ അത് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹെൽത്തിയായ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടാം. എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ബ്രൗൺ കളറിലാണ് ഇരിക്കേണ്ടത്, അതുകൊണ്ടാണ്. ഇത്രയും ഒന്ന് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. ഇതിനു മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണാത്തവർക്ക് വേണ്ടിയാണ് പറയണത്. ഇതിനു മുമ്പിൽ നമുക്ക് കുറേ കേക്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് ഹെൽത്തിയായ വീറ്റ് കൊണ്ടേ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അതുകൊണ്ട് കാണാത്തവരൊക്കെ കാണുക. എല്ലാം ഭയങ്കര ടേസ്റ്റിയായ കേക്കുകളാണ്. നമുക്കിത് ഒരു 2 തവണ കൂടെ ഞാൻ ഒന്ന് അരിച്ച് കാണിക്കാം. അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ആകും. ഇതിലേക്ക് ഇപ്പം 4 മുട്ടയാണ് എടുക്കുന്നുണ്ട്. മുട്ടയുടെ വൈറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്, അതുപോലെ യെല്ലോ ഇവിടെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടും ചേർന്ന് നിങ്ങൾ ബ്ലെൻഡ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇതിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മിക്സ് ആകും, നല്ല ഫ്ലഫി ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത്. നിങ്ങൾ ഒന്നിച്ച് ഇട്ടടിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പം ബീറ്ററാണ് യൂസ് ചെയ്യണത്. നിങ്ങൾ വിസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ഫോർക്കോ സ്പൂണോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾ നല്ല ഫ്ലഫി ആയിട്ട് എടുക്കാം. ഞാൻ എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ടാണ് ബ്ലെൻഡർ യൂസ് ചെയ്യണം. ഇതിൽ കുറച്ചങ്ങ് അടിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് അടിക്കണം. അതായത് മാവിൽ ഉപ്പിട്ടിട്ടില്ല, ആ ഉപ്പിനെ ഞാൻ ഇപ്പം ഇതിലിടാൻ പോവാണ്. ആവശ്യത്തിന് കേക്കിന് ആവശ്യമുള്ള ഒരു നുള്ളു ഉപ്പിട്ടിട്ട് എഗെയിൻ ബീറ്റ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ ബീറ്റായി കിട്ടും. നമുക്ക് ഒരു നുള്ളു ഉപ്പിടണം. നല്ല എഗ് വൈറ്റ് നല്ല ഫ്ലഫി ആയിട്ടുണ്ട്, കണ്ടോ? വരണില്ല, അത് നമുക്കിങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് യെല്ലോ എടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യണത്. ഞാൻ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാൻ പോകണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മതിയാകും. 1 ടേബിൾ സ്പൂൺ വിനീഗർ എടുക്കണം. ഞാൻ ആപ്പിൾ സിഡർ വിനീഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് വിനീഗർ ഉണ്ടോ അതെടുത്താൽ മതിയാകും. എല്ലാം കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾ ബ്ലെൻഡർ ഇല്ലെങ്കിൽ മിക്സിയിൽ വെച്ച് വേണമെങ്കിൽ ഇത്രയും വരെ നിങ്ങൾ ചെയ്യാം. ഈ മുട്ടയും പഞ്ചസാരയും ഈ ഓയിലൊക്കെ മിക്സ് ചെയ്യണത് വരെ മിക്സിയിൽ വെച്ച് വേണമെങ്കിൽ അടിച്ചെടുക്കാം. നിങ്ങൾ അടുത്ത് മാവിട്ടിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ സൺഫ്ലവർ ഓയിലിന് പകരം 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എടുത്താലും കുഴപ്പമില്ല. ഇനി മാവ് കുറച്ചായിട്ടിട്ട് ഹാഫ് ആദ്യം ഇടാം, ഇട്ട് മിക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് ഹാഫ് ഇടാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി. ബ്ലെൻഡർ ആണെങ്കിൽ സ്ലോയിൽ വെച്ച് പതുക്കെ മിക്സ് ചെയ്യണം, സ്പീഡ് കൂട്ടരുത്. നെക്സ്റ്റ് ഹാഫ് ഇടുകയാണ്. ഇതിന് മുമ്പിൽ ഞാൻ കൈകൊണ്ട് അടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്ത്, ബ്ലെൻഡർ യൂസ് ചെയ്യാതെ. അതുപോലെ കേക്ക് നിങ്ങൾ ഉണ്ടാക്കാനുള്ളതാണുണ്ട്. എനിക്ക് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്യണത്. ഇത് നല്ല തിക്കായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും. ഇപ്പോൾ എനിക്കിത് കുറച്ച് തിക്കായിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു 1/4 കപ്പ് പാലൊഴിക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ 1/4 കപ്പ് ഒഴിച്ചില്ല, 1/4 കപ്പിൽ ശകലം ബാക്കി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി, കാണുമല്ല? ഇത് ഇത്രയും ഇതിൽ നിങ്ങൾ എടുത്താൽ മതി. ഇതെങ്ങനെ നമുക്കിങ്ങനെ ഇടുകയാണെങ്കിൽ ഇങ്ങനെ ഫോൾഡായി വരണം. ഇതാണ് കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിൽ എടുക്കുക. 1/4 കപ്പിൽ 1/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട്. 1/8 അതാണ് ഒഴിച്ചിട്ടുള്ള എൻ്റെ പാലിൻ്റെ അളവ്. ഇത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട. സംടൈംസ് നിങ്ങൾക്ക് പാൽ ഒഴിക്കാതെ തന്നെ ഇത് കറക്റ്റായിരിക്കും. നമുക്കിനി ഇത് കുക്ക് ചെയ്യാം. പിന്നെ ഇതിലാണ് ഇപ്പം കേക്ക് ബേക്ക് ചെയ്യാൻ പോണത്. അതിനായിട്ട് എന്തെങ്കിലും എടുക്കാം. ഞാൻ അവനിൽ വെക്കാൻ പോണതുകൊണ്ടാണ് ഒരു ഗ്ലാസിൻ്റെ എടുത്തിട്ടുണ്ട്. അലുമിനിയം ആയിരുന്നാലും അവനിൽ വെക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും നിങ്ങൾ ഒന്ന് ബ്രഷ് ചെയ്തിട്ട്, ഞാൻ ഇതിന് മുമ്പിൽ ബട്ടർ പേപ്പർ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണുക. എന്നാലും ഞാൻ കാണിക്കുന്നു. ചുമ്മാ സിമ്പിളായിട്ട് ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗീ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൂടെ എഗെയിൻ നമുക്ക് പേപ്പർ വെച്ചിട്ട് എഗെയിൻ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ അതിൽ ഒഴിച്ചിട്ട് ഞാൻ അവൻ 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ മാത്രമേ ഇത് വയ്ക്കാൻ പാടുള്ളൂ. നിങ്ങൾ സ്റ്റവിൽ വെക്കണതായിരുന്നു. ഞാൻ ഇതിനു മുമ്പിൽ
നമ്മുടെ കേക്കുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, പ്ലം കേക്കും ഇനി ഒരുപാട് കേക്കുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റവിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന്. അതുപോലെ ചെയ്യുക നിങ്ങൾ. സ്റ്റവിലും ഇതുപോലെ പാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ്സിൽ ലോ ഫ്ലെയിമിൽ നിങ്ങൾ വെച്ച് 30 മിനിറ്റ്സിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് തട്ടി കൊടുക്കാം. അതായത് അതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് വേണം വയ്ക്കാൻ. ഞാൻ ഇപ്പം 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത എൻ്റെ ഓവനിലേക്ക് ഞാൻ വയ്ക്കാൻ പോവുകയാണ്. ഞാൻ 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യണുണ്ട്. ഒരു 10 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് സമയം, ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. 10 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യാം. കേക്ക് കുക്കാകുന്ന സമയം വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ പൗഡേർഡ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതായത് എൻ്റെ ബോക്സിൻ്റെ അകത്ത് ഒരു പാക്കറ്റ് പൗഡറാണെങ്കിൽ 35 ഗ്രാംസിൻ്റെ പൗഡറാണ്. ഇപ്പം നിങ്ങൾ പൗഡർ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമായിട്ട് കിട്ടും, അത് എടുത്ത് അടിച്ചാലും മതിയാകും. അപ്പോൾ ഇത് എനിക്ക് 35 ഗ്രാംസിൻ്റെ പൗഡറിന് ഒരു 100 ml മിൽക്ക് ഒഴിച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മിൽക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത മിൽക്കായിരിക്കണം, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെറ്റാകും. പൗഡർ ഇടാം. നിങ്ങൾ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, എല്ലാ ഷോപ്പുകളിലും കിട്ടും. വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറോ വിപ്പിംഗ് ക്രീമോ എന്ത് വേണമെങ്കിലും കിട്ടും. അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ അത് മിക്സ് ചെയ്യേണ്ടതെന്ന്. 100 ml മിൽക്ക് ഒഴിക്കുകയാണ്. ചൂടാകണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഐസ് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് എടുത്ത് ഞാൻ ഒന്ന് നോക്കാം, ഒരു ഷാർപ്പായ എന്തെങ്കിലും വെച്ച്. ഒന്നും ആയിട്ടില്ല, അതായത് ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ ക്രീം ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, താഴെ വീണില്ല. ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ കുറേ സമയം തണുക്കാൻ വയ്ക്കണം. അപ്പോൾ ഇതും കേക്കും നല്ല തണുത്തിട്ട് വേണം ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കാണിക്കാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ കേക്ക് ഒരുവിധം തണുത്തിട്ടുണ്ട്. നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഒന്നും പിടിച്ചിട്ടില്ല, താഴെ ഒന്നും നല്ല ക്ലീനാണ്. നമുക്ക് ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ടാണ്. പേപ്പർ ഒന്ന് ഇളക്കിയെടുക്കാം. കാണുന്നുണ്ട്, താഴെ ഒന്നും പിടിച്ചിട്ടില്ല. തിരിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് തണുക്കട്ട്. കേക്കിന് കുറച്ച് ഷുഗർ സിറപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ 5 ടേബിൾ സ്പൂൺ, ഇതുപോലെ സ്പൂണിൽ 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കിയിട്ട്, ഒന്ന് നമുക്ക് തിക്കാകേണ്ട ആവശ്യമില്ല, ഒന്ന് നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് നമുക്ക് കേക്കിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ കാണിക്കാം ഇത് തണുത്തിട്ട്. നമ്മുടെ ഷുഗർ സിറപ്പ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ശകലം ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് അതായത് കുറച്ച് ഇത് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുകളിൽ നിന്ന് ലൈറ്റായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതായത് നല്ല ഷേപ്പ് കറക്റ്റായിരിക്കണം. അതുകൊണ്ടാണ് കേക്ക് എപ്പോഴും മുകളിൽ പൊന്തി വരും. അപ്പോൾ മുകളിലുള്ള പാർട്ട് മാറ്റാം. അത് മാത്രമല്ല മുകളിൽ കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ ഇതിൽ ഷുഗർ സിറപ്പ് താഴെ പോകത്തില്ല. അതുകൊണ്ട് ഒന്ന് അരിഞ്ഞ് മാറ്റാം. കേക്ക് അപ്പോൾ ഇവിടെ 3 സ്ലൈസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കാണിക്കാം. ഇത് ഒരു പീസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കണം. അപ്പോൾ ഈ ബോട്ടിലിൽ ഒഴിക്കാം. നിങ്ങൾ ബ്രഷ് വെച്ചോ സ്പൂൺ വെച്ചോ ഇതുപോലെ ചെയ്താലും മതിയാകും. ഇത് നമുക്ക് ജിലേബി ഉണ്ടാക്കുന്ന ആ ബോട്ടിലാണ്. എല്ലായിടവും നമുക്ക് ഒഴിക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. അതുകൂടെ എടുത്ത് നമുക്കിതിൻ്റെ പുറത്തിടാം. നെക്സ്റ്റ് അടുത്ത സ്ലൈസ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി എഗെയിൻ നമുക്ക് ക്രീം വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അടുത്ത ലെയർ കൂടെ മുകളിൽ വെക്കുകയാണ്. ഇനി ഇതിൽ ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമുക്ക് മുകളിൽ ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്യാം. ഇത് ക്രീം വെച്ചിട്ട് ഞാൻ കുറച്ച് നട്ട്സും ചെറിയും ഒക്കെ മുകളിൽ ഇടുകയാണ്. ഇട്ടിട്ടാണ് അടുത്ത ലെയർ വെക്കാൻ പോകുന്നത്. ഇത് ക്രീമിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. എനിക്ക് വിട്ടുപോയത്. ഇട്ടിട്ട് നമുക്ക് എഗെയിൻ ലെയർ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളപ്പോൾ ഓരോ ലെയറിലും കുറച്ച് നട്ട്സും ചെറിയും വയ്ക്കുക. ഓപ്ഷണലാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കുന്നത്. അപ്പം നമ്മുടെ വീറ്റ് കൊണ്ടുണ്ടാക്കിയ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് ആണെങ്കിൽ നല്ല ഡാർക്ക് അല്ല, അതുകൊണ്ടാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് മാത്രമേ ഡാർക്ക്. അപ്പോൾ നിങ്ങൾ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.